നമസ്കാരം, എല്ലാവർക്കും സുരാജ് വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ അത് കാണുക. ദേവിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് കാണാത്തവർ അത് കാണുക. ഇന്ന് നമ്മൾ പുളിയാമ്പുളി നമ്പൂതിരിച്ചൻ്റെ ഒരു മന്ത്രത്തെക്കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഉപാസന രീതികളെ കുറിച്ചിട്ടാണ് പറയുക. അപ്പം പുളിയാമ്പുളി നമ്പൂതിരിച്ചന് പല കഥകളുണ്ട്. അതൊക്കെ യൂട്യൂബുകളിൽ പല ശാന്തിമാരോ അല്ലെങ്കിൽ കർമ്മികളായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയണില്ല. നമ്മൾ വടക്കും ഭാഗത്ത് കരിനീലി മഠത്തിൽ ഉപയോഗിച്ചു വരുന്നതായിട്ടുള്ളൊരു മന്ത്രം. അപ്പോൾ ഈ മന്ത്രത്തെ നിങ്ങളെ പരിചയപ്പെടുത്തുക മാത്രം ഉദ്ദേശത്തോടുകൂടി ചെയ്യുന്നതാണ്. മന്ത്രം എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് വിളിച്ചൊല്ലി എന്ന് വേണമെങ്കിൽ പറയാം. പറയുന്ന പൂർവിക ആചാരപ്രകാരം ചെയ്തിരുന്ന ഒരു മന്ത്രത്തെയാണ് പരിചയപ്പെടുത്തുക. അപ്പോൾ മന്ത്രം എന്ന് പറയാൻ പറ്റില്ല. പല കാവുകൾക്കും പല ഇതിനും പല മഠത്തിനൊക്കെ പല ആചരണ രീതി ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആചരണ രീതി ഉണ്ടെങ്കിൽ അത് ചെയ്യുക. എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ മന്ത്രം കിട്ടുന്ന വെച്ചാൽ അങ്ങനെ ചെയ്യാതിരിക്കാം. അതുപോലെ തന്നെ ഭഗവാനൊക്കെ പുളിയാമ്പുളി നമ്പൂതിരിച്ചനെ ഉപാസിക്കാൻ താല്പര്യമുള്ളവർ ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. അപ്പോൾ 41 ദിവസം 108 മന്ത്രമാണ് ജപിക്കേണ്ടത്. അതിനുമുമ്പ് ശിവപഞ്ചാക്ഷരി ജപിച്ച് ജപിക്കുന്നതിന് പുളിയാമ്പുളി നമ്പൂതിരിച്ചൻ്റെ ഈ മന്ത്രം ജപിക്കുന്നതിന് മുമ്പ് ശിവപഞ്ചാക്ഷരി ഗുരുവായിട്ട് മഹാദേവനെ കണ്ട് കാലത്തും വൈകുന്നേരം 108 പ്രാവശ്യം ജപിച്ചതിന് ശേഷം പുളിയാമ്പുളി നമ്പൂതിരിച്ചൻ്റെ ഈ മന്ത്രം കാലത്തും വൈകുന്നേരം 108 പ്രാവശ്യം ജപിക്കുക. മന്ത്രം എന്ന് പറയാൻ പറ്റില്ല, വിളിച്ചില്ല. അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് ചെയ്യുക പറയാനായിരുന്നു. അപ്പം ഉപാസന ഇത് ശരിക്കും പറഞ്ഞാൽ പലരും ഇടാൻ മടിക്കുന്നൊരു കാര്യമാണ്. നമ്മൾ ചെയ്യുന്നു മാത്രം. അപ്പം നമുക്ക് പുളിയാമ്പുള്ളിക്ക് ശിവപൂജയാണ് നമ്മൾ ചെയ്യാറ് പൊതുവെ. അല്ലാന്നവർ പറയാവുന്നവർക്ക് അല്ലാന്ന് പറയും. നമ്മൾ ചെയ്യുന്ന രീതിയാണ് പറയുന്നത്. വടക്കും ഭാഗത്ത് കരിനീലി മഠത്തിൽ ചെയ്യുന്ന രീതിയാണ് പറയുക. അപ്പോൾ കർമ്മവിധാനങ്ങൾ വേണ്ടവർ വാട്സാപ്പിൽ ചോദിക്കും. മുന്നുള്ള വീഡിയോസിൽ അല്ലെങ്കിൽ വീഡിയോസിൽ ചിലപ്പോൾ ഉണ്ടാവും, ഇല്ലെങ്കിൽ മുന്നുള്ള വീഡിയോസിൽ ഫോൺ നമ്പർ ഉണ്ട്. നിങ്ങൾക്ക് ഉപാസന പുളിയാമ്പുള്ളിയുടെ ഉപാസന വേണ്ടവർ, ഏത് ദേവതയുടെ ഉപാസനയാണെങ്കിലും വേണ്ടവർ വാട്സാപ്പിൽ ബന്ധപ്പെടുക. അപ്പോൾ നമുക്ക് അങ്ങനെ ഉപാസന എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ 5 നിറക്കല കർമ്മമൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ കള്ളും അവലും തരിപ്പണും കള്ളും നിർബന്ധമായിട്ട് നമ്മൾ ഇതിനകത്ത് പൂജയിലുണ്ട് പുളിയാമ്പുള്ളിക്ക്. ഓക്കെ. അപ്പോൾ ദേവിയെയും സഹായിയും പരിഗണിക്കണം. അപ്പം ഈ നമ്പൂതിരിക്ക് പണ്ടുള്ള കാലത്ത് പുളിയാമ്പുളി നമ്പൂതിരിച്ചൻ എന്ന് പറഞ്ഞാൽ നമ്പൂതിരി സമുദായമാണ്. അപ്പം അദ്ദേഹത്തിന് നായർ ഒരു സഹായി ഉണ്ടായിരുന്നു. അപ്പം സഹായിനെയും പരിഗണിക്കണം, അതുപോലെ ദേവിനെയും പരിഗണിക്കണം. മന്ത്രവും അല്ലെങ്കിൽ മന്ത്രം വിളിച്ചൊല്ലി അങ്ങനെ തന്നെയാണ്. ഓക്കെ. അപ്പം നമുക്ക് ഇതിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ഇതുണ്ടെങ്കിൽ പറയാം. അപ്പോൾ ആരും വടക്കും ഭാഗത്ത് കരിനീലി മഠത്തിലെ ഉപാസനാ രീതിയാണ്, ക്രമങ്ങളാണ് പറയണത്. ഇപ്പോൾ കർമ്മിമാരോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണുകയാണെങ്കിൽ സദയം ക്ഷമിക്കാം. നിങ്ങൾക്ക് വേറെ രീതി ഉണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് അനുഷ്ഠിക്കുക. ഓക്കെ. അപ്പോൾ നമ്മുടെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മളിവിടെ ചെയ്യുന്ന ഒരു മന്ത്രത്തെയാണ് പരിചയപ്പെടുത്തുക. ഓം ഹ്രീം നമ്പൂതിരി വെച്ച കർത്താവിൽ നിലാവ് കാണിച്ച പൊന്നു തമ്പുരാനെ അമ്മയ്ക്ക് അവലും മലരും കള്ളും തവിടും നിണവും നൽകി ശാക്തേപു ചെയ്യുമ്പോൾ സേവിക്കുമ്പോൾ തുറമുകര വാണിടുന്ന പൊന്നു തമ്പുരാനും നായരും എൻ മുന്നിൽ വന്ന് സർവ്വശത്രുബാധയും ദുരിതവും തീർത്ത് നൽകണമേ. നമ്പൂതിരി വെച്ച തമ്പുരാനെ എൻ്റെ കുടുംബത്തിനും ദേശത്തിനും തുണയായി നിൽക്കണമേ. എൻ ഗുരുവിനാനെ ഫലിക്കുമെന്നൊരു ഫലിക്കുക സ്വാഗതം. ഞാൻ ഇന്ന് മന്ത്രം എഴുതിയിടണില്ല, നിങ്ങൾക്ക് വേണ്ടവർ വാട്സാപ്പിൽ ചോദിക്കുക. അപ്പോൾ എത്ര പേർക്ക് ഇത് വേണമെന്ന് ഞാനൊന്നും അറിയുന്നില്ല. അല്ല നമ്മൾ വെറുതെ ചെയ്തിട്ട് വെറുതെ ഇങ്ങനെ ഒഴിച്ച് കണ്ട് നിങ്ങളങ്ങനെ പോവല്ലേ. അപ്പോൾ അതിന് പകരമായിട്ട് നിങ്ങൾ എഴുതിയിരിക്കും. അപ്പോൾ ഒന്നുകൂടി പറയാം. ഓം ഹ്രീം നമ്പൂതിരി വെച്ച കർത്താവ് നിലാവ് കാണിച്ച പൊന്നു തമ്പുരാനെ അമ്മയ്ക്ക് അവലും മലരും കള്ളും തവിടും നിടവും നൽകി ശാക്തയെ പോലെ ചെയ്യുമ്പോൾ സേവിക്കുമ്പോൾ തുറവുങ്കര വാണിടുന്ന പൊന്നു തമ്പുരാനും നായരും എൻ മുന്നിൽ വന്ന സർവ്വശത്രുബാധയും ദുരിതവും തീർത്ത് നൽകണമേ. നമ്പൂതിരി വെച്ച തമ്പുരാനെ എൻ്റെ കുടുംബത്തിനും ദേശത്തിനും തുണയായി നിൽക്കണമേ. ഓം ഹ്രീം എൻ ഗുരുവിനാനെ ഫലിക്കുക മന്ത്രവും ഫലിക്കുക സ്വാഹ. എന്നൂടി പറയാം. ഓം ഹ്രീം നമ്പൂതിരി വെച്ച കർത്താവ് നിലാവ് കാണിച്ച പൊന്നു തമ്പുരാനെ അമ്മയ്ക്ക് അവലും മലരും കള്ളും തവിടും നിലവും നൽകി ശാക്തേപ ചെയ്യുമ്പോൾ സേവിക്കുമ്പോൾ തുറവുങ്കര വാണിടുന്ന പൊന്നു തമ്പുരാനും നായരും എൻ മുന്നിൽ വന്ന് സർവ്വശത്രുബാധയും ദുരിതം തീർത്ത് നൽകണമേ. നമ്പൂതിരി വെച്ച തമ്പുരാനെ എൻ്റെ കുടുംബത്തിനും ദേശത്തിനും തുണയായി നിൽക്കണമേ. ഇൻ ഗുരുവിനാണ് ഫലിക്കുമെന്നൊരു ഫലിക്കുക സ്വാഹ. ഇതാണ് നമ്മളിവിടെ ചൊല്ലുന്ന ഒരു ഇത്. പിന്നെ പൊതുവെ പുളിയാമ്പുളിയെ കുറിച്ചൊരു മന്ത്രമില്ല, ശിവപൂജയാണ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ സങ്കല്പമാണ് എല്ലാം ചെയ്യണത്. നമ്മൾ
ഇപ്പോൾ മന്ത്രമെന്നോ അല്ലെങ്കിൽ ഒരു വിളിച്ചൊല്ലിയെന്നോ പൂർവാചാരത്തിലൊക്കെ വേണമെങ്കിൽ പറയും. അപ്പോൾ എല്ലാവരും വേണ്ടവരൊക്കെ ഒന്ന് വാട്സാപ്പിൽ ഒന്ന് മെസ്സേജ് വിടുകയും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ. ഓം ശ്രീ മനുഷ്യ